വന്നാ ആ വരും. കുറച്ചുപേർ കയറിയിട്ടുണ്ട്. തുടങ്ങാനായിണോ? പേജ് നമ്പർ 15. തുടങ്ങാം. ആ അത് ഇതേ കാണിക്കണം എന്നില്ല, ഞാൻ മറ്റേ ഫോണിൽ എടുത്തിട്ടുണ്ട്. അത് ചെറുത് കുട്ടികൾക്ക് വേണ്ടിട്ടോ. ആ ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വൽ ഫൈസീന ബിറുല്ലാ അമ്മാ ബഅദ്. അൽ മൗളിഉ സാബിഅ. കേൾക്കണ്ടല്ലേ? അവിടെ നോക്കാം. അൽ മൗളിഉ സാബിഅ മിൻ മഅരിഫത്തി നഫ്സിൽ മസ്ഊൽ. മസ്ഊലിന്റെ മനസ്സ് അറിയാന്നുള്ളതാണ്. മസ്ഊല് പറഞ്ഞാല് ഇവിടെ നഫ്സ് എന്ന് പറഞ്ഞാല് ചോദിക്കപ്പെട്ട സംഗതി. ഐനുൽ മസ്ഊൽ. ആ എന്ത് കാര്യത്തെ സംബന്ധിച്ചാണോ ചോദിച്ചത് ആ സംഗതിയെ അറിയുക എന്നുള്ളതാണ് നഫ്സുൽ മസ്ഊൽ, മാരിഫത്ത് നഫ്സുൽ മസ്ഊൽ എന്നോട് ഉദ്ദേശിക്കുന്നത്. വഹുവ സിറാത്തുൽ മുസ്തഖീം. ഈ നഫ്സുൽ മസ്ഊൽ എന്ന് പറഞ്ഞാൽ പിന്നെ സിറാത്ത് മുസ്തഖീമാണ്. വലാ യകൂനു ത്വരീഖു സിറാത്തൻ ഹത്താ യതളമ്മന ഖംസത ഉമൂർ. ഒരു തരീഖ് പറഞ്ഞാലും സിറാത്ത് പറഞ്ഞാലും രണ്ടിനും മാർഗം എന്നാണ് അർത്ഥം പറയാം. തരീഖും സിറാത്തും തമ്മിലുള്ള വ്യത്യാസം. തരീഖ് എന്നുള്ളത് ഏത് സാധാരണ വഴിക്കും പറയാം. തരീഖ് സിറാത്തായി തീരണമെങ്കിൽ അതിന് 5 കാര്യങ്ങൾ അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. വലാ യകൂനു ത്വരീഖു സിറാത്തൻ ഹത്താ യതളമ്മന ഖംസത ഉമൂർ. ആ 5 കാര്യങ്ങൾ എന്താണ്? അൽ ഇസ്തിഖാമത്തു വൽ ഈസാലു ഇലൽ മഖ്സൂദി വൽ ഖുർബു വസഅത്തുഹു ലിൽ മാരിന അലൈഹി വതഅയ്യുനുഹു തരീഖൻ ലിൽ മഖ്സൂദ്. ഈ 5 കാര്യമാണ്. ഒന്ന് ഇസ്തിഖാമത്ത്, താൻ പ്രവേശിച്ച മാർഗത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുക, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ നിലകൊള്ളുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. വൽ ഈസാലു ഇലൽ മഖ്സൂദ്. രണ്ടാമത്തത് ഈ മാർഗം ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. മഖ്സൂദ് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെട്ട കാര്യം, ഉദ്ദിഷ്ട ലക്ഷ്യം. വൽ ഖുർബു, പിന്നെ ഈ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന ആളും ലക്ഷ്യവുമായിട്ടുള്ള അടുപ്പമാണ്. നേർവഴി ആവുമ്പോഴാണ് ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുക. വസഅത്തുഹു ലിൽ മാരി അലൈഹി, ആ വഴിയിലൂടെ നടക്കുന്ന ആൾക്ക് നടന്നു നീങ്ങാൻ മാത്രം ആ മാർഗം വിശാലമായിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് വതഅയ്യുനുഹു തരീഖൻ ലിൽ മഖ്സൂദ്, ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമായിട്ട് ഈ മാർഗം നിർണിതമായിരിക്കണം, വേറെ മാർഗം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ 5 സംഗതികൾ ഉൾക്കൊള്ളുമ്പോഴാണ് തരീഖ് സിറാത്തായി മാറുന്നത്. അപ്പൊ ഇവിടെ തേടുന്നത് സിറാത്ത് മുസ്തഖീമിലൂടെ ഞങ്ങൾ നീ നടത്തണം എന്നാണ്. അപ്പൊ ഈ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സംഗതിയാണെന്നുള്ളതാണ്. വലാ യഖ്ഫാ തളമ്മുനു സിറാത്തിൽ മുസ്തഖീം ലിഹാദിൽ ഹുമൂരിൽ ഖംസ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ചോദ്യത്തില് പ്രാർത്ഥനയിലുള്ള സിറാത്ത് മുസ്തഖീം ഈ 5 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന സംഗതി അവ്യക്തമല്ല. പറഞ്ഞാൽ ഈ 5 കാര്യം ഉൾക്കൊള്ളുന്നുണ്ട്. വസ്ഫുഹു ബിൽ ഇസ്തിഖാമത്തി യതളമ്മനു ഖുർബഹു. അപ്പൊ അതിനെ ഇസ്തിഖാമത്ത് എന്നുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാം. അതായത് വഴിയിൽ പ്രവേശിച്ച ആള് ആ വഴിയിൽ തന്നെ നിലകൊള്ളുന്നു എന്ന സംഗതി വിശേഷിപ്പിക്കപ്പെടുമ്പോൾ അത് യതളമ്മനു ഖുർബഹു, ആ മാർഗം അത് വളരെ ലക്ഷ്യവുമായിട്ട് അടുത്തതാണ് എന്ന സംഗതി അത് ഉൾക്കൊള്ളുന്നുണ്ട്. ലിഅന്നൽ ഖത്തൽ മുസ്തഖീമ ഹുവ അഖ്റബു ഖത്തിൻ ഫാസിലിൻ ബൈന നുഖ്തതൈനി.
കാരണം ഖത്ത് മുസ്തഖീം നേർരേഖ, അതാണ് 2 പോയിന്റുകൾക്ക് നുഖ്തത്തൈൻ, 2 പോയിന്റുകൾക്കിടയിലുള്ള ഖത്ത് ഫാസിൽ, ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് നേർക്ക് നേരെ പോകുന്ന വളവും തിരിവൊന്നും ഇല്ലാത്ത ഏറ്റവും അടുത്ത ഖത്ത് രേഖ എന്ന് പറയുന്നത് ഖത്ത് മുസ്തഖീമായി വരും. വകുല്ലമാ തഅവ്വജ താല വബഉദ. അപ്പൊ ഈ രേഖ വളയുന്നതിനനുസരിച്ചൊക്കെ ലക്ഷ്യവുമായിട്ട് ഇയാള് ലക്ഷ്യത്തിലേക്കുള്ള വഴി രേഖ അത് നീണ്ടുപോകും, അത് അകന്നകന്നു പോവുകയാണ് ചെയ്യുക. വസ്തിഖാമത്തുഹു തതളമ്മനു ഈസാലഹു ഇലൽ മഖ്സൂദ്. അതുപോലെ തന്നെ ഈ വഴിയിൽ പ്രവേശിച്ച ആളുടെ ഇസ്തിഖാമത്ത്, അത് ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന സംഗതിയും അത് ഉൾക്കൊള്ളേണ്ടതാണ്. വനസ്ബുഹു ലിജമീഇ മൻ യമുറു അലൈഹി യസ്തൽസിമു സഅതഹു. മാത്രമല്ല ഈ മാർഗമായി നിർണയിക്കുക എന്നുള്ളത്, അത് ആ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന ഏതൊരാൾക്കും അതിലൂടെ നടന്നു നീങ്ങാൻ മാത്രം ആ മാർഗം വിശാലമാണ്. വഇളാഫത്തുഹു ഇലൽ മുൻഅമി അലൈഹിം വവസ്ഫുഹു ബിമുഖാലഫത്തി സിറാത്തി അഹ്ലിൽ ഗളബി വദ്ദലാലി യസ്തൽസിമു തഅയ്യുനഹു തരീഖൻ. ആ മുൻഅം അലൈഹി ആയിട്ടുള്ള, അതായത് ആർക്കാണോ അള്ളാഹുവിൻ്റെ പ്രത്യേകം അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത് അവരോട് ചേർത്താണ് ഈ വഴി പറഞ്ഞിട്ടുള്ളത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അതുപോലെ തന്നെ അഹ്ലുൽ ഗളബ് വദ്ദലാൽ, അള്ളാഹുവിൻ്റെ കോപത്തിനും അതുപോലെ തന്നെ മാർഗഭ്രംശത്തിനും വിധേയരായിട്ടുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മാർഗം എന്നും പറഞ്ഞു. ഖൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിലൂടെ. അപ്പൊ ഈ 3 സംഗതിയും ഇവിടെ ഇതിനോട് ഈ വഴിയോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് യസ്തൽസിമു തഅയ്യുനഹു തരീഖൻ, ഇത് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം എന്ന നിർണയത്തെ അത് അനിവാര്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ളതായിട്ട് ഈ മാർഗമല്ലാത്ത മറ്റൊരു മാർഗവും ലക്ഷ്യത്തിലേക്ക് എത്താനില്ല എന്നുള്ളതാണ്. വസ്സിറാത്തു താറത്തൻ യുളാഫു ഇലല്ലാഹി. ഇനി സിറാത്ത് എന്നുള്ളത് സിറാത്തുല്ലാഹി ചിലപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. ഇത് ഹുവല്ലദീ ശറഅഹു വനസബഹു. കാരണം എന്താണ്? ആ മാർഗം അള്ളാഹുവാണ് അത് മാർഗമായി മാർഗമായി നിശ്ചയിച്ചിട്ടുള്ളതും, വനസബഹു ആ മാർഗത്തെ മാർഗമായി നിർണയിച്ചിട്ടുള്ളതും നിശ്ചയിച്ചിട്ടുള്ളതും അള്ളാഹുവാണ്. കൗലിഹി തആല, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതിൻ്റെ ഉദാഹരണം വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് സൂറത്ത് അൻആമിൽ പറഞ്ഞിട്ടുള്ളതാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എൻ്റെ മുസ്തഖീമായ വഴി. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തി മുസ്തഖീം സിറാത്തില്ല, താങ്കൾ ജനങ്ങളെ മുസ്തഖീമായ വഴിയിലേക്ക്, അതായത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നത് സൂറത്ത് ശൂറയിലും പറയുന്നുണ്ട്. അപ്പൊ ഈ വഴി അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാനുള്ളത് ചിലപ്പോൾ ആ രീതിയിലാണ് ഖുർആൻ പറയാറുള്ളത്. അപ്പൊ താറത്തൻ യുളാഫു ഇലൽ ഇബാദി, ചിലപ്പോൾ അത് മനുഷ്യരിലേക്ക് അള്ളാഹുവിൻ്റെ അടിയാറുകളിലേക്ക് ചേർത്ത് പറയാറുണ്ട്. കമാഫി അൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞപ്പോൾ നീ അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ നിന്റെ അടിയാറുകൾ, നിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകളുടെ വഴി എന്നാണ് അവിടെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗലിഹിം അഹ്ല സുലൂക്കിഹി, കാരണം അവര് ഈ മാർഗത്തിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. വഹുവൽ മൻസൂബു ലഹും, അപ്പൊ ആ മാർഗം അവർക്ക് വേണ്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വഹുവൽ മുഹമ്മുൽ മാറൂന അലൈഹി, അവരാണ് ആ മാർഗത്തിലൂടെ നടന്നു നീങ്ങുന്നവർ. അപ്പൊ സിറാത്ത് എന്നുള്ളത് ചിലപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും, മറ്റു ചിലപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകളിലേക്ക് ചേർത്ത് പറയുന്നതാണ്. എന്നാൽ മൗദിഉ സാമിൻ മിൻ ദിക്രിൽ മുൻഅമി അലൈഹിം വതമീസിഹിം അൻ ത്വായിഫത്തൈൽ ഗളബി വദ്ദലാൽ. ഇവിടെ മുൻഅമു അലൈഹി, അള്ളാഹുവിന്റെ പ്രത്യേകം അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകളിലേക്ക് ചേർത്ത് പറയാം. അതുപോലെ തന്നെ അവരെ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ
വഴി തെറ്റിപ്പോയ ആളുകളിൽ നിന്ന് വേർതിരിച്ച് അവരെ വ്യതിരിക്തമായിട്ട് വേർതിരിച്ചിട്ട് പറയാനുള്ള സംഗതിയാണ് പിന്നീട് ഈ ഫാത്തിഹയിലുള്ളത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ മുൻഅം അലൈഹി, അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ, വൈലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ ഖളബിന് വിധേയരായിട്ടുള്ളവരും, അതുപോലെ വഴി തെറ്റിപ്പോയിട്ടുള്ള ആളുകളെയും മറ്റുപറിൽ നിന്ന് വേർതിരിക്കുന്നു. ഇത് അതിലൂടെ സംഭവിച്ചിട്ടുള്ള എന്താണ്? ഫങ്കസമന്നാസു ബിഹസ്ബി മാരിഫത്തിൽ ഹഖ് വൽ അമലി ബിഹി ഇലാ ഹാദിഹിൽ അഖ്സാമി സലാസ. സത്യം മനസ്സിലാക്കുക, ആ സത്യമനുസരിച്ച് പ്രവർത്തിക്കുക, ഈ രണ്ട് സംഗതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇങ്ങനെ 3 വിഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് മുൻഅം അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹരായിട്ടുള്ളവരാണ്. മറ്റൊന്ന് അഹ്ലുൽ ഖളബ്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവര്. മൂന്നാമത്തത് അഹ്ലുൽ ളലാൽ, ദുർമാർഗികളായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ 3 വിഭാഗമായിട്ട് വിഭജിക്കപ്പെടുന്നു. ലിഅന്നൽ അബ്ദ ഇമ്മാ യകൂന ആലിമൻ ബിൽ ഹഖ് ഔ ജാഹിലൻ ബിഹി. എന്താ അങ്ങനെ വിഭജിക്കാൻ കാരണം? മനുഷ്യൻ ചിലപ്പോൾ ഒന്നുകിൽ അയാള് സത്യം അറിയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ സത്യം അറിയാത്ത ആളായിരിക്കും. വൽ ആലിമു ബിൽ ഹഖ്, സത്യം അറിഞ്ഞ ആൾ തന്നെയും ഇമ്മാ ആമിലും ബി മൂജിബിഹി ഔ മുഖാലിഫുൻ ലഹു, ഒന്നുകിൽ അതിന്റെ മൂജബ് അനുസരിച്ച്, അയാൾ അറിഞ്ഞ സത്യത്തിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ആ സത്യത്തിന് വിരുദ്ധമായിട്ട് നീങ്ങുന്ന ആളായിരിക്കും. വഹാദിഹി അഖ്സാമുൽ മുക്കല്ലഫീൻ, ഇതാണ് മുക്കല്ലഫുകളുടെ ഇനങ്ങൾ അല്ലെങ്കിൽ തരംതിരിവ് എന്ന് പറയുന്നത്. ലാ യഖ്റുജൂന അൻഹൽ ബത്ത, ഈ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും ആളുകൾക്ക് പുറത്തു പോകാൻ കഴിയില്ല. പറഞ്ഞാല് ഈ ഏതെങ്കിലും ഒരു കൂട്ടത്തിലായിരിക്കും ആളുണ്ടാവുക. അതായത് സത്യം അറിഞ്ഞു, ആ സത്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആള്, സത്യം അറിഞ്ഞിട്ട് പ്രവർത്തിക്കാത്ത ആള്, സത്യം അറിയാത്ത ആള്. അങ്ങനെ 3 വിഭാഗത്തിൽ പെടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഫൽ ആലിമു ബിൽ ഹഖിൽ ആമിലു ബിഹി ഹുവൽ മുന്നമു അലൈഹിം. അപ്പൊ സത്യം അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആള്, അയാളാണ് മുൻഅം അലൈഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹനായിട്ടുള്ള ആള്. വഹുവല്ലദീ സക്കാ നഫ്സഹു ബിൽ ഇൽമി നാഫി വൽ അമലി സ്വാലിഹ്, അയാളാണ് പ്രയോജനപ്രദമായിട്ടുള്ള, അയാൾ നേടിയിട്ടുള്ള അറിവ്, ആ അറിവനുസരിച്ച് സ്വന്തത്തെ സംസ്കരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, സ്വന്തം താൻ അറിഞ്ഞ അറിവിലൂടെ, താൻ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളിലൂടെ സ്വന്തത്തെ സംസ്കരിച്ചിട്ടുണ്ടാവുകയായിരിക്കും ഈ മുൻഅം അലൈഹി ആയിട്ടുള്ള, സത്യം അറിയുകയും ആ സത്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. വഹുവൽ മുഫ്ലിഹു, അയാളാണ് വിജയി. ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് സൂറത്ത് ശംസില് പറഞ്ഞിട്ടുള്ളത് ഇത്തരം ആളുകളെ സംബന്ധിച്ചാണ്. നഫ്സിനെ സംസ്കരിച്ചവൻ, അയാൾ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ സക്കാഹ. വൽ ആലിമു ബിഹിൽ മുത്തബിഉ ഹവാഹു, ഇനി സംഗതി അറിയാം, പക്ഷേ അയാൾ സ്വന്തം താല്പര്യത്തെ പിൻപറ്റുന്ന ആളാണെങ്കിലോ, ഹുവൽ മഗ്ലൂബ് അലൈഹി, അയാൾ മഗ്ലൂബ് അലൈഹി, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയനായിട്ടുള്ള ആളായിരിക്കും. വൽ ജാഹിലു ബിൽ ഹഖ്, ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഉൾക്കൊള്ളേണ്ടത് സത്യം അറിയുകയും ആ സത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിജയികളുടെ കൂട്ടത്തിൽ എത്തിച്ചേരുക, ഉൾപ്പെടുക എന്നതാണ് സംഭവിക്കേണ്ടത്. വൽ മഗ്ലൂബ് അലൈഹി ളാല്ലുൻ അൻ ഹിദായത്തിൽ അമൽ, മഗ്ലൂബ് അലൈഹി, ആരാണോ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയനായിട്ടുള്ള ആള്, അയാൾ ളാല്ലുൻ അൻ ഹിദായത്തിൽ അമൽ, അയാൾ ഹിദായത്തുൽ അമലിൽ നിന്ന് വഴുതിപ്പോയിട്ടുള്ള ആളാണ്. അതായത് കർമ്മപരമായിട്ടുള്ള ഹിദായത്ത്, അയാൾക്ക് സംഗതി അറിയാം, പക്ഷെ അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഹിദായത്തുൽ അമൽ, കർമ്മപരമായിട്ടുള്ള ഹിദായത്തിൽ നിന്ന് അയാൾ വഴി തെറ്റിപ്പോയിട്ടുണ്ട്.
വല്ലാലു വഴി തെറ്റിപ്പോയ ആള് മഗ്ലൂബുൻ അലൈഹി ലിളലാലിഹി അനിൽ ഇൽമിൽ മൂജിബി ലിൽ അമൽ, കർമ്മത്തെ അനിവാര്യമാക്കുന്ന ഇൽമ്, ആ ഇൽമിൽ നിന്ന് അയാൾ തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് ആ ഇൽമനുസരിച്ച് അയാൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് അയാൾ മഗ്ലൂബ് അലൈഹിയുമാണ്. ഫകുല്ലും മിൻഹുമാ ളാല്ലുൻ മഗ്ലൂബുൻ അലൈഹി. അപ്പൊ ഈ പറഞ്ഞ രണ്ട് വിഭാഗം, അവരിൽ ഓരോ വിഭാഗവും ളാല്ലാണ്, വഴി തെറ്റിയ ആളാണ്, അതേ അവസരം മഗ്ലൂബ് അലൈഹിയുമാണ്. അപ്പൊ ഒരാൾക്ക് സംഗതി അറിയില്ല, അതുകൊണ്ട് അയാൾ വഴി തെറ്റിപ്പോയി. മറ്റേയാൾക്ക് അറിയാം, പക്ഷെ അയാൾ അറിവനുസരിച്ച് പ്രവർത്തിച്ചില്ല. രണ്ടു കൂട്ടരും മഗ്ലൂബ് അലൈഹി തന്നെയാണ്, വഴി തെറ്റിയത് കൊണ്ട്. വലാകിന്ന താരിഖൽ അമലി ബിൽ ഹഖ് ബഅദ മഅരിഫത്തിഹി ബിഹി. പക്ഷെ അതില് ചെറിയൊരു വ്യത്യാസമുള്ളത്, സത്യം അറിയാമായിരുന്നിട്ടും ആ സത്യം അനുസരിച്ച് പ്രവർത്തിക്കാത്ത, ആ സത്യം അനുസരിച്ച് പ്രവർത്തിക്കാതെ ആ പ്രവർത്തനം ഒഴിവാക്കിയിട്ടുള്ള ആള് ഔലാ ബി വസ്ഫിൽ ഗളബി വ അഹഖു ബിഹി. ഗളബ് എന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യൻ, അതിന് ഏറ്റവും അർഹനും, അറിഞ്ഞിട്ടും അറിവനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളാണ്. ഒമിൻ ഹാഹുന കാനൽ യഹൂദു അഹഖ ബിഹി. അപ്പൊ ഇതനുസരിച്ച് ജൂതന്മാരാണ് ഈ ഗളബിന് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ. വഹുവ മുതഗല്ലിദുൻ ഫീ ഹഖ്ഹിം. അപ്പൊ ഈ കോപം, ഗളബ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗൗരവമുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാല്, ഇവിടെ നസാറ ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും ജൂതന്മാരും, ഇവർ മൂന്ന് കൂട്ടരും വഴി തെറ്റിയവരാണെങ്കിലും ഇതിൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതോടൊപ്പമാണ് അവർ വഴിതെറ്റി എന്ന് അവര് ആ പ്രവർത്തനം ഉപേക്ഷിച്ച് അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതെ അത് ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവരാണ് കോപത്തിന് കൂടുതൽ അർഹർ എന്നുള്ളതാണ്. കഖൗലിഹി തആല ഫീ ഹഖ്ഹിം. അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ബിഇസമസ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹു ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗളബിൻ അലാ ഗളബ്. അവർ സ്വന്തത്തെ ഏതൊന്നിന് പകരമായിട്ട് വാങ്ങിയിരിക്കുന്നുവോ, അതായത് സത്യത്തെ വിറ്റിട്ട് സത്യത്തിന് പകരം അവർ സ്വന്തം താല്പര്യത്തെയാണ് ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. അതാണ് ഇസ്തറൗ ബിഹി അൻഫുസഹും എന്ന് പറഞ്ഞാൽ. അവര് അങ്ങനെ വാങ്ങിയിട്ടുള്ളത് അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിക്കുക എന്നതാണ് അവർ വാങ്ങിയിട്ടുള്ള ഈ വിഭവം എന്ന് പറഞ്ഞത്. അത് തന്നെയും അവർ വാങ്ങിയത് എന്തിന്റെ പേരിലാണ്? അതിനവരെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ബഗയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു അവന്റെ അടിയാറുകളിൽ അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അതായത് ഇവിടെ വഹയും ഖുർആനുമാണ് ഉദ്ദേശിക്കുന്നത്, വേദഗ്രന്ഥമാണ് ഉദ്ദേശിക്കുന്നത്, അത് അവതരിപ്പിച്ചു കൊടുത്തതിനോടുള്ള വിരോധം, വിദ്വേഷം, മനസ്സിലിങ്ങനെ പറഞ്ഞു പോകുന്ന അവരുടെ വിദ്വേഷമാണ് ഈ കുഫർ കൈക്കൊള്ളാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ബാഉ ബി ഗളബിൻ അലാ ഗളബ്. അതുകൊണ്ട് തന്നെ അവര് കോപത്തോടൊപ്പം കോപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ കടുകട്ടിയുള്ള അള്ളാഹുവിന്റെ കോപമാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നാണ്. ഈ ഒരു പ്രയോഗം മറ്റുള്ളവരെ സംബന്ധിച്ച് കാണൂല, ഇത് ജൂതന്മാരെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂടുതൽ അറിവ് ആർക്കാണുള്ളത്, അവര് ഈ സംഗതിയിൽ കൂടുതൽ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ്. വഖാല തആല ഖുൽ ഹൽ നുനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹ്. നീ ചോദിക്കുക, ഖുൽ ഹൽ നുനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹ്. എന്നാൽ ഇതിനേക്കാൾ അള്ളാഹുവിങ്കൽ പ്രതിഫലത്താൽ ഏറ്റവും മോശപ്പെട്ട, വളരെ മോശപ്പെട്ട പ്രതിഫലത്തിന് അർഹരായിട്ടുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആ ആളുകൾ ആരാണ്? മല്ലാനഹുല്ലാഹു, അള്ളാഹു ശപിക്കുകയും വഗളിബ അലൈഹി, അള്ളാഹു കോപിക്കുകയും
വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസിറ, കുരങ്ങന്മാരും പന്നികളുമാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളത് ആരാണോ ആ വിഭാഗമാണ് ഇതിനേക്കാളൊക്കെ മോശം പ്രതിഫലത്തിന് അർഹരായിട്ടുള്ളവർ എന്നാണ്. അതും ജൂതന്മാരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വൽ ജാഹിലു ബിൽ ഹഖ് അഹഖു ബിസ്മിൽ ളലാൽ, എന്നാൽ സത്യം അറിയാത്ത ആള് അയാളെ ഇസ്മു ളലാൽ, വഴി തെറ്റിപ്പോവാന്നുള്ള പ്രയോഗത്തിനാണ് അയാൾ കൂടുതൽ അർഹനായി തീരുന്നത്, അഹ്ലുൽ ഗളബ് എന്നുള്ളതിനല്ല. അഹ്ലുൽ ളലാൽ എന്നുള്ളതിനാണ് പിന്നെ അയാളെ ഏറ്റവും ആ കേൾക്കണ്ടല്ലേ? അപ്പൊ കേൾക്കുന്നുണ്ട്. ഫഫീ ദിക്രിൽ മുന്നമ അലൈഹിം വഹും മൻ അറഫൽ ഹഖ വത്തബഅഹു, അപ്പൊ അനുഗ്രഹീതരായിട്ടുള്ള ആളുകൾ അവർ സത്യം അറിയുകയും അതിനെ പിൻപറ്റുകയും ചെയ്തിട്ടുള്ളവരാണ്. വൽ മഗ്ളൂബ് അലൈഹിം വഹും മൻ അറഫഹു വത്തബഅ ഹവാഹു, മഗ്ളൂബ് അലൈഹി അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായവർ, അവർ സത്യം അറിഞ്ഞു പക്ഷെ താല്പര്യത്തെ പിൻപറ്റി. വല്ലാലീൻ, വഴി തെറ്റിയ ആളുകൾ വഹും മൻ ജഹീലഹു, ആ വഴി അറിയാത്ത ആളുകളാണ്. മാ യസ്തൽസിമു സുബൂത റിസാലത്തി വൻ നുബുവ്വ, അവര് അറിയാതെ പോയ സംഗതി എന്താണ്? റിസാലത്തിന്റെ സ്ഥിരീകരണത്തെയും റിസാലത്തിന്റെയും നുബുവത്തിന്റെയും സ്ഥിരീകരണത്തെ അനിവാര്യമാക്കുന്ന സംഗതിയാണ് അവർ അറിയാതെ പോയത്. ലിഅന്നൻഖിസാമൻ നാസി ഇലാ ദാലിക ഹുവൽ വാഖിഉൽ മശ്ഹൂദ്, അപ്പൊ മനുഷ്യർ ഇങ്ങനെ ഈ മൂന്ന് വിഭാഗത്തിലേക്ക് ഇനം തിരിയുക എന്നുള്ളത് അതാണ് സംഭവം, അതാണ് പിന്നെ ഇവിടെ മനുഷ്യന് നേർക്കുനേരെ കാണാൻ കഴിയുന്ന സംഗതിയും. വഹാദിഹിൽ ഖിസ്മത്തു ഇന്നമാ ഔജബഹ സുബൂത്തു റിസാല, അപ്പൊ ഈ വിഭജനം അതിനെ പിന്നെ അനിവാര്യമാക്കിയിട്ടുള്ളത് റിസാലത്തിന്റെ സ്ഥിരീകരണമാണ്. അപ്പൊ റിസാലത്ത് സ്ഥിരപ്പെടുന്നതോടുകൂടി മനുഷ്യർ ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് വേർതിരിയും എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് റിസാലത്ത് മനസ്സിലാക്കിയത് അംഗീകരിച്ച ആളുകൾ, റിസാലത്ത് മനസ്സിലാക്കിയത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ, റിസാലത്ത് എന്താണെന്ന് തന്നെ മനസ്സിലാവാത്ത ആളുകൾ, ഇങ്ങനെ മൂന്ന് വിഭാഗം പിന്നെ ആയിട്ട് ജനങ്ങൾ പിരിയുന്നു എന്നുള്ളത് റിസാലത്ത് സ്ഥിരപ്പെട്ടു എന്നതിലൂടെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. വഅളാഫ നിഅമത ഇലൈഹി വഹുദിഫ, അല്ലെങ്കിൽ വഹദഫ ഫാഇലൽ ഗളബി ലിവുജൂഹിൻ. ഇനി ഇവിടെ നിഅമത്ത്, അളാഫ നിഅമത ഇലൈഹി, പിന്നെ ഇവിടെ നിഅമത്തിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിലേക്ക് നിഅമത്തിനെ ചേർത്ത് പറഞ്ഞു. അതേ അവസരം ഗളബ് ആരുടെ ഭാഗത്ത് നിന്നാണ്? ഗളബ് ആരാണ് ഇവരെ കർത്തരി പ്രയോഗമായിട്ടല്ല, കർമ്മണി പ്രയോഗമായിട്ടാണ് മൗലൂബ് അലൈഹി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്, മജ്ഹൂലായിട്ടാണ്. അപ്പൊ ഇതിൽ വുജൂഹിൻ, അതിന്റെ ന്യായങ്ങൾ എന്തൊക്കെയാണ്? അതിന് പല ന്യായങ്ങളുണ്ട്. മിൻഹ, അതിലൊന്ന് അന്ന നിഅമത ഹിയൽ ഖൈറു വൽ ഫളിൽ, നിഅമത്താണ് ഖൈറും ഫളിലും. വൽ ഗളബു മിൻ ബാബിൽ ഇന്തിഖാമി വൽ അദൽ, ഗളബ് എന്നുള്ളത്
ശിക്ഷയുമായി ബന്ധപ്പെട്ട ഇന്തിഖാം, അതുപോലെ തന്നെ അതിൽ നീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. റഹ്മത്തു തഗ്ലബുൽ ഗളബ, റഹ്മത്താണ് ഗളബിനെ അതിജയിക്കുക. അതുകൊണ്ട് ഫഅളാഫ ഇലാ നഫ്സിഹി അക്മലൽ അംറൈനി വഅസ്ബഖഹുമാ വഅഖ്വാഹുമാ, ഈ രണ്ട് സംഗതികളിൽ പൂർണ്ണവും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ശക്തവുമായിട്ടുള്ള സംഗതിയെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് അൻഅംത അലൈഹിം, നീ ആരെയാണോ അനുഗ്രഹിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാണ് ചെയ്തിട്ടുള്ളത്. വഹാദിഹി തരീഖത്തുൽ ഖുർആനി ഫി ഇസ്നാദിൽ ഖൈരി വന്നിഅം ഇലൈഹി, ഇതാണ് ഖൈറാത്ത്, നന്മയെ അതുപോലെ നിഅമത്തുകളൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഖുർആന്റെ രീതി എന്ന് പറയുന്നത്. ഖുർആൻ സാധാരണ ചെയ്യുന്ന സംഗതിയാണത്. നിഅമത്ത് അതുപോലെ ഖൈറുകളൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. എന്നിട്ട് അള്ളാഹുവിനെ നേർക്ക് നേരെ വ്യക്താക്കിക്കൊണ്ടാണ് പറയാ. മറ്റത് പറയുമ്പോൾ അവിടെ കർത്തരി പ്രയോഗം പ്രയോഗിക്കൂല, കർമ്മണി പ്രയോഗം മജ്ഹൂലായിട്ടാണ് പ്രയോഗിക്കാറുള്ളത്. അത് ഖുർആന്റെ രീതിയാണ്. വാദിഫിൽ ഫായിലി ഫി മുഖാബിലിഹ, അതിന്റെ നേർ വിപരീതത്തില് ഫായിലിനെ കളയാന്നുള്ളതും ഖുർആന്റെ രീതിയാണ്. കൗലിഹി മുഅ്മിനുൽ ജിൻ, ജിന്നുകളിലുള്ള മുഅ്മിനുകൾ, ആ മുഅ്മിനുകൾ പറഞ്ഞതായിട്ട് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വന്നാ ലാ നദിരി ശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി അം അറാദ ബിഹിം റബ്ബുഹും റഷദാന, ഭൂമിയിലുള്ള ആളുകളുടെ കാര്യത്തിൽ ഷർറാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അവിടെ ഷർറുൻ ഉരീദ, യുരീദുല്ലാഹു ബിമൻ ഫിൽ അർളി എന്ന് പറയാതെ അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി മജ്ഹൂലായിട്ട് പറഞ്ഞു. അം അറാദ ബിഹിം റബ്ബുഹും റഷദ, ഇനി അവരുടെ റബ്ബ് അവരുടെ കാര്യത്തിൽ റഷദാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും അറിയില്ല. അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് അതിന്റെ ഒരു ഉദാഹരണമാണ്. ഒമിൻഹു ഖൗലുൽ ഖദർ ഫി ഷൈനിൽ ജിദാരി വൽ യതീമൈനി, ആ മതിലും അതുപോലെ തന്നെ രണ്ട് അനാഥ ബാലന്മാരുമായി ബന്ധപ്പെട്ട് മൂസാ നബിയും ഖദറുമായിട്ടുള്ള സംഭാഷണത്തില് അല്ലെങ്കിൽ ആ പഠനയാത്രയില് ഖദർ മൂസാ നബിയോട് പറയുന്നുണ്ട്, ഫഅറാദ റബ്ബുക യബ്ലുഗ അശുദ്ധഹുമ, നിന്റെ നാഥൻ ഉദ്ദേശിച്ചു യബ്ലുഗ അശുദ്ധഹുമ, ആ രണ്ട് ബാലന്മാരും അനാഥ ബാലന്മാരും പ്രായപൂർത്തി എത്തുകയും എന്നിട്ട് അവരുടെ ഈ നിധി കണ്ടെത്തുകയും ചെയ്യണം എന്ന് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു എന്ന് അവിടെ അറാദ റബ്ബുക എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് ഫായിലിനെ പറഞ്ഞു. വഖാല ഫീ ഖർഖിഹി അസ്സഫീന, എന്നാൽ കപ്പല് കപ്പലിന് ഓട്ടുണ്ടാക്കുവാൻ ബന്ധപ്പെട്ടപ്പോൾ ഫാറത്തു അൻ അഈബഹ, ഞാൻ അതിനെ ഈ കപ്പലിനെ ഒന്ന് വികൃതപ്പെടുത്താൻ ഉദ്ദേശിച്ചു എന്ന് അവിടെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞില്ല, ഇയാൾ ഖദറിലേക്ക് ചേർത്ത് പറഞ്ഞു. തുമ്മക്കാല ബാദദാലിക, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണ്, വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്തിട്ടുള്ളതല്ല, എനിക്ക് നിർദ്ദേശം നൽകിയതായിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞെങ്കിലും ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു, മറ്റത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാതെ സ്വന്തത്തിലേക്ക് ചേർത്ത് പറയുന്നു. അപ്പൊ ഇതാണ് ഖുർആന്റെ രീതി എന്ന് പറഞ്ഞത്. നിഅമത്ത് റഹ്മത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണെങ്കിൽ അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും, ഷെറുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയില്ലാണല്ലോ. വതഅമ്മൽ ഖൗലഹു തആല, ഇനി അള്ളാഹുവിന്റെ ഈ വാക്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫസു ഇലാ നിസായിക്കും, നോമ്പിന്റെ രാത്രി കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാം എന്നാണ്, അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ അഹല്ലല്ലാഹു ലക്കും റഫസ എന്നല്ല പറഞ്ഞത്, ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫസു എന്ന് മജ്ഹൂലായിട്ട് പറഞ്ഞു. അതുപോലെ വഖൗലഹു ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീരി, ശവം, രക്തം, പന്നിമാംസം എന്നതൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഹുരിമത്ത് അലൈക്കും എന്ന് പറഞ്ഞു, അവിടെ പകരം ഹറംതു അലൈക്കും അൽ മൈത്തത്ത എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞില്ല.
വഖൗലഹു ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, അവിടെ അങ്ങനെ തന്നെ. സുമ്മ ഖാല വഅഹല്ല ലക്കും മാ വറാഅ ദാലിക്കും, ഇതല്ലാത്ത മറ്റ് കാര്യങ്ങൾ അഹല്ല ലക്കും, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് അവിടെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. അപ്പൊ ഇത് ഖുർആന്റെ ഒരു സ്ഥിരം രീതിയാണ്. വഫീ തഖ്സീസിഹി ലി അഹ്ലി സിറാത്തിൽ മുസ്തഖീം ബിൻ നിഅമത്തി, ഇനി നിഅമത്തുമായിട്ട് സിറാത്ത് മുസ്തഖീമിന്റെ ആളുകളെ നിഅമത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അത് മാ ദല്ല അല അന്ന നിഅമത്തൽ മുത്ലഖത്ത ഹിയൽ മൂജിബത്തുൽ മുസ്ലിമിനും മുഅ്മിനും കാഫിറിനും ഒക്കെ നിഅമത്ത് കിട്ടും. അതേ അവസരം പാരത്രികമായിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ നിഅമത്ത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. വന്നിഅമത്തുൽ മുത്ലഖത്തുൽ അഹ്ലിൽ ഈമാൻ, മുത്ലഖത്തായിട്ടുള്ള നിഅമത്ത് അത് ഈമാനിന്റെ ആളുകൾക്കും, മുത്ലഖുൻ നിഅമത്തി തകൂനു ലിൽ മുഅ്മിനി വൽ കാഫിർ, മുത്ലഖുൻ നിഅമത്ത് കാഫിറിനും മുഅ്മിനും എല്ലാവർക്കും കിട്ടുന്നില്ല. കമാ ഖാല തആല വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. അള്ളാഹുവിന്റെ നിഅമത്ത് എണ്ണിക്കണക്കാക്കാമെന്ന് വെച്ചാൽ അത് നിനക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ നിഷേധിയ മനുഷ്യൻ, ഇന്നൽ ഇൻസാന, ഇവിടെ ഇൻസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷേധിയായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചാണ്. ഈ നിഷേധിയായിട്ടുള്ള മനുഷ്യൻ അവന്റെ ലലൂമും കഫാർ, വലിയ അക്രമിയും സംഗതിയെ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദികേട് കാണിക്കുന്നവനുമാണ്. അപ്പോൾ നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിഅമത്ത് നിഅമത്തായി മനസ്സിലാക്കി അത് നന്ദികേട് ാണ് അവിടെ ഇഹ്സാൻ മുഹ്സിനു എന്ന് പറയുന്നത്. പല്ലദീനഹും മുഹ്സിനു എന്ന് പറയുമ്പോൾ അവിടെ ഇഹ്സാൻ ഉണ്ടാവുക. അപ്പോൾ തൗഹീദ് അംഗീകരിച്ച ആളുകൾക്കാണ് ഇഹ്സാൻ മുത്തലഖ് ഉണ്ടാവുക. മുത്തലഖുൽ ഇഹ്സാന് മുഅ്മിനും കാഫിറിനും ഒക്കെ കിട്ടും എന്നുള്ളതാണ്. എന്നാൽ വജ്ഹു സാനി, രണ്ടാമത്തെ സംഗതി, അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുതഫരിദു ബിന്നിഅം, അള്ളാഹു മാത്രമാണ് നിഅമത്ത് നൽകുന്നവൻ എന്നുള്ളതാണ്. തഫറദ ബിഹി എന്ന് പറഞ്ഞാൽ ആ സംഗതി അയാൾ മാത്രം ചെയ്യുന്നു, വേറെ ആർക്കും അതിന് പങ്കാളിത്തമില്ല എന്നുള്ള അർത്ഥത്തിലാണ് തഫറദ ബിഹി എന്ന് പറയാം. അപ്പൊ അള്ളാഹു ഹുവൽ മുതവല്ലിദു ബിൻ നിഅമി പറഞ്ഞാല് നിഅമത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, വേറെ ആരും നൽകണില്ല. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിലുള്ള ഏത് നിഅമത്ത് എടുത്താലും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഈ അർത്ഥത്തിലാണ്. ഫൗദീഫ ഇലൈഹി മാ ഹുവ മുതഫല്ലിദുൻ ബിഹി, അപ്പൊ അള്ളാഹു ഏതൊന്നിൽ അവൻ മാത്രമാണ് അവൻ നൽകുന്നത് ആ സംഗതി അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. അതായത് നിഅമത്ത് അള്ളാഹ് മാത്രമാണ് നൽകുന്നത്, അതുകൊണ്ട് ആ നിഅമത്ത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. വൈ നുളീഫ ഇലാ ഗൈരിഹി ഫലി കൗനിഹി തരീഖൻ വ മജ്റൻ ലിന്നിഅമത്തി, ഇനി നിഅമത്ത് മറ്റാരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഈ നിഅമത്ത് നൽകുന്ന ഒരു വഴി മാർഗം ആയിട്ട് ഈ ആളുകളെ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് അത് ആളുകളിലേക്ക് ചിലപ്പോൾ ചേർത്ത് പറയുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ നിഅമത്തിന്റെ ഉടമ നൽകുന്ന ദാതാവ് അള്ളാഹു മാത്രമാണ്. വഅമ്മൽ ഗളബു അലാ അഅദാഇഹി ഫലാ യഖ്തസ്സു ബിഹി, എന്നാൽ ശത്രുക്കളോടുള്ള ഗളബ് എന്ന് പറയുന്നത് അത് അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെടുന്നില്ല. അവിടെ ഗളബ് എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുണ്ട് എന്നതോടൊപ്പം തന്നെ മറ്റു പലരിൽ നിന്നും ഈ ഗളബ് ഉണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഗളബിന് അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പറഞ്ഞില്ല, നിഅമത്ത് അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ബൽ മലായികതുഹു വഔലിയാ അംബിയാഉഹു വറുസുലുഹു വഔലിയാഉഹു യഗ്ളബൂന ലിഗളബിഹി, അള്ളാഹുവിന്റെ മലക്കുകള്, അവന്റെ പ്രവാചകന്മാര്, അവന്റെ ദൂതന്മാര്, അവന്റെ ഇഷ്ടദാസന്മാര്, ഇവരൊക്കെ അള്ളാഹുവിന്റെ ഗളബുമായി ബന്ധപ്പെട്ട് ശത്രുക്കളോട് നിഷേധികളോട് ഗളബുള്ളവർ തന്നെയാണ്. വകാന ഫീ ലഫ്ളത്തി അൽ മഗ്ളൂബി അലൈഹിം, അപ്പൊ ഇവിടെ ഗൈരിൽ മഗ്ളൂബി അലൈഹിം എന്ന് പറഞ്ഞപ്പോ അതിൽ മിനൽ ഇശ്ആരി ബിമുവാഫഖത്തി ഔലിയാഇഹി ലഹു ഫീ ഗളബിഹി, അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഗളബിൽ അള്ളാഹുവിന്റെ ഔലിയാവും അവന്റെ ഇഷ്ടദാസന്മാരും യോജിക്കുന്നുണ്ട് എന്ന ഒരു സംഗതി ഇവിടെ അറിയിക്കേണ്ടതാണ്. അപ്പൊ അൽ മഗ്ളൂബ് അലൈഹി എന്ന് പറഞ്ഞാല് ഈ ആളുകളുടെ നേരെ അള്ളാഹ് മാത്രമല്ല കോപിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ മലക്കുകള്, പ്രവാചകന്മാര്, ദൂതന്മാര്, അള്ളാഹുവിന്റെ മറ്റു ഇഷ്ടദാസന്മാര്,
ഇവരെല്ലാവരും ഇവരുടെ നേരെ കോപം കൈക്കൊള്ളുന്നവരാണ് എന്ന് കുറിക്കാൻ വേണ്ടി കൂടിയാണ് അൽ മഗ്ലൂബ് അലൈഹിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ അവസരം അതിന് മുമ്പ് അന്നാമത്തെ അലൈഹിം നിഅമത്ത് നീ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പറയും ചെയ്തു. മാലം യക്വൻ ഫി ഗളിബ്ത അലൈഹിം, ഗളിബ്ത അലൈഹിം എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് മഗ്ലൂബ് അലൈഹിം എന്ന് പറയുമ്പോൾ. ഗളിബ്ത അലൈഹിം എന്ന് പറയുമ്പോൾ നീ അവരുടെ നേരെ കോപിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമാണ് കോപിക്കണമെന്ന് വരും. അതേസമയം മഗ്ലൂബ് അലൈഹിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കോപമുണ്ട്, മലക്കുകളുടെ കോപമുണ്ട്, പ്രവാചകന്മാരുടെ അംബിയായിന്റെ കോപമുണ്ട്, റസൂൽമാരുടെ കോപമുണ്ട്, ഔലിയായിന്റെ കോപമുണ്ട്. വകാന ഫീ ലഫ്ളത്തി അൻഅംത അലൈഹിം മിന ദലാലത്തി അലാ തഫറുദിഹി ബിൽ നിനാം. എന്നാൽ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞപ്പം ഈ നിഅമത്തുകൾ ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. വഅന്ന നിഅമത്തൽ മുത്തലഖത്ത മിൻഹു വഹ്ദഹു, നിഅമത്ത് മുത്തലഖത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വഹുവ ഹുവൽ മുതഫരിദു ബിഹാ, അപ്പൊ ആ നിഅമത്ത് ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നും വരും. മാ ലൈസ ഫീ ലഫ്ളത്തി അൽ മുൻഅം അലൈഹിം, മുൻഅം അലൈഹിം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥം വരൂല. അവിടെ മറ്റുള്ളവർക്കും ഈ നിഅമത്തിൽ പങ്കാളികളാണ് എന്ന് ഉള്ള ഒരാശയം അവിടെ വരുന്നത് കൊണ്ടാണ് അൻഅംത അലൈഹിം, മുൻഅം അലൈഹിം എന്ന് പറയാതെ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇവിടെ നടത്തല്ലേ? അപ്പൊ അൽ വജൂഹു സാലിസ് അല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.